എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും നമസ്കാരം. നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ ഒറ്റനോട്ടത്തിൽ തന്നെ തൃശ്ശൂർക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ പ്രിയപ്പെട്ട തേക്കിൻകാട് മൈതാനമാണ്. വടക്കുംനാഥ ക്ഷേത്ര സമുച്ചയം, അതിനോട് ചുറ്റും വലിയ വൃത്താകൃതിയിൽ പരന്ന് കിടക്കുന്ന തേക്കിൻകാട് മൈതാനം. ഈ തേക്കിൻകാട് മൈതാനത്തെക്കുറിച്ച് അറിയാത്ത മലയാളികളോ വിദേശ രാജ്യങ്ങളിലുള്ളവർ പോലും അറിയുന്ന നഗരത്തിൻ്റെ സുപ്രധാനമായ ഓക്സിജൻ കേന്ദ്രം. ഈ നഗരത്തിലേക്ക് എത്തുന്ന എല്ലാവർക്കും വേണ്ട ഓക്സിജൻ മതിയാവോളം ലഭിക്കുന്നതിനുള്ള മരങ്ങളുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ എത്രയോ വെട്ടിപ്പോയിട്ടും ഇപ്പോഴും ഈ മഴക്കാലത്ത് ഇങ്ങനെ തേക്കിൻകാടിനെ കാണാൻ വലിയ ഭംഗിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്ത് തോർന്നു നിന്ന സമയത്ത് എടുത്ത ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരുപക്ഷെ ക്യാമറയിലായതുകൊണ്ടാണ് ഈ ഒരു പച്ചപ്പ് എടുത്ത് കാണുന്നത് എന്നൊരു സംശയം തോന്നുന്നവരുണ്ടാകാം. പക്ഷേ അതല്ല സത്യം. നമ്മൾ നേരിട്ട് ഈ മഴക്കാലത്ത്, ഈ മഴ സമയത്ത് നമ്മൾ തേക്കിൻകാട് മൈതാനത്ത് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഭംഗി നേരിട്ട് തന്നെ ആസ്വദിക്കാം. നമ്മുടെ കണ്ണിനേറെ കുളിർമ നൽകുന്ന വളരെ മനോഹരമായ ദൃശ്യങ്ങൾ, അതുപോലെ വഴികളെല്ലാം ഈ പച്ച പുല്ലൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയോടുകൂടി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. തേക്കിൻകാട് മൈതാനം എന്ന് പറയുന്നത് കുറച്ച് കാലമൊക്കെ മുൻപ് വരെ കുറച്ചധികം പ്രശ്നമുള്ള ഒരു ഏരിയ ആയിരുന്നു. അത് ഈ തേക്കിൻകാട് മൈതാനത്ത് സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ വരുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. പകൽ വെളിച്ചത്തിൽ കാണുന്ന ഒരു തേക്കിൻകാട് ആയിരുന്നില്ല. രാത്രി സമയങ്ങളിൽ ഇവിടെ അതിക്രമങ്ങളും അടിയും ഇടിയും, തമിഴന്മാരുടെ കള്ളു കുടിച്ചുള്ള ബഹളങ്ങളും, അതുപോലെ കഞ്ചാവ് വലിക്കുന്ന ഓരോ മൂലയിൽ പോയി വലിക്കുന്ന യൂത്തന്മാരുടെ കൂട്ടങ്ങൾ, അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ രാത്രികളിൽ കൂട്ടമായി വന്ന് ഓരോ ഇരുണ്ട മൂലകളിൽ പോയിരിക്കുന്ന പ്രവൃത്തികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ യഥേഷ്ടം നടന്നിരുന്ന ഒരു സ്ഥലമാണ് കുറച്ചു കാലം മുൻപ് വരെ. എന്നാൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഫലമായിട്ടാണോ എന്നറിയില്ല, എന്തായാലും തേക്കിൻകാട് ഇപ്പോൾ വളരെ ശാന്തമാണ്. രാത്രി സമയത്തും ഏറെക്കുറെ ശാന്തമാണ്. പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല. അത്യാവശ്യം പ്രശ്നക്കാരൊക്കെ അവിടെ ഇവിടെയുമൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ട്. അത് സ്ഥിരമായി പോകുന്നവർക്ക് അറിയാൻ പറ്റും. മുൻപ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊന്നും ഒരു സന്ധ്യ കഴിഞ്ഞാൽ ഒരു ഏരിയ കഴിഞ്ഞിട്ട് അടുത്ത ഏരിയയിൽ കൂടെ നടക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് മൃഗശാലയുടെ സൈഡിലൂടെയുള്ള വഴിയിലേക്കൊന്നും പോകാൻ പറ്റാത്ത അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു അതെല്ലാം. അത്രയും ഇരുണ്ട്, വെളിച്ചമില്ലാതെ ഓരോ ദിവസം ഓരോ രീതിയിലായിരുന്നു. വെളിച്ചം ഒരു ദിവസം ഉണ്ടാവും, പിറ്റേ ദിവസം വെളിച്ചം ഉണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് സമയമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു, വളരെ ശാന്തമായി പോകുന്നു. തീർച്ചയായിട്ടും അത് കൂടുതൽ ആളുകൾക്ക് ഇവിടെ വന്ന് ഇരിക്കാനും ഇവിടെ വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യാനും, അതുപോലെ കുറച്ച് ഒഴിവ് സമയങ്ങൾ കുട്ടികളുമൊക്കെയായി ഫാമിലികൾക്ക് കുടുംബമായൊക്കെ വന്ന് അവിടെ ഇരിക്കാനും ഫോട്ടോ എടുക്കാനും, അതുപോലെ ചെറിയ ചെറിയ വിനോദങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമായി തേക്കിൻകാട് ശരിക്കും മാറിയിട്ടുണ്ട്. മുൻപത്തേതിൽ നിന്ന് അപേക്ഷിച്ച് ഒരുപാട് മാറ്റം ഈ മൈതാനത്ത് കാണാൻ കഴിയുന്നു. അത് തീർച്ചയായിട്ടും വളരെ ശുഭകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തേക്കിൻകാടിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള താല്പര്യത്തിലാണ് ഈ വീഡിയോ ഇവിടെ ഇട്ടത്. ഇത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ശരിക്കും പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു കേരളത്തിലെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് തൃശ്ശൂർ വടക്കുംനാഥ സമുച്ചയവും തേക്കിൻകാട് എന്ന് പറയുന്ന ഈ റൗണ്ട് ഉൾപ്പെടുന്ന ഏരിയയും. ഒരുപക്ഷെ ലോകത്ത് മറ്റെവിടെയും ഇതുപോലൊരു നഗരം, ഒരു വൃത്താകൃതിയിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരം ഉണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.